ഹലോ. അന്നേരം അടുത്തൊരു ട്രേഡ് ഇട്ടിട്ടുണ്ട്. അടുത്തൊരു ട്രേഡ് നമുക്ക് കിട്ടിയത് AUD/USD AUD/USD ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ, ഈ ഒരു വൈറ്റ് ക്യാൻഡിലാണ് ട്രേഡ്, അതായത് വ്യാഴാഴ്ചത്തെ ക്യാൻഡിൽ. നമുക്ക് ട്രേഡ് എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ വൺ മന്തിലും ബുള്ളിഷാണ്. 1 മന്ത് ലീവിൽ വന്ന് നോക്കുന്നുണ്ട്. 1 മന്ത് ബുള്ളിഷാണ്. AUD/USD ബുള്ളിഷാണ്. ഇതൊരു ഈ സോണിൽ നിന്നാണ് വരുന്നത്. 1 മന്ത് ബുള്ളിഷ്, അവിടുന്ന് 1 വീക്ക് ഞാൻ ബുള്ളിഷാണ്. 1 വീക്ക് ഈ റോഡ് ബുക്ക് അവിടുന്ന് ഡെയിലിയിലേക്ക് റിഫൈൻ ചെയ്ത് ഈ ഒരു റോഡ് ബുക്ക്. അപ്പം ആ ഒരു ട്രേഡ് 3 മന്ത് നോക്കുകയാണെങ്കിൽ 3 മന്ത് ഇങ്ങനെ ക്ലോസ് ചെയ്യും. 2 ദിവസങ്ങളിൽ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്താൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി എടുത്തു പോകുന്നത് തോന്നുന്നു. അപ്പോൾ ഈ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് അസൽ അടിക്കും. പക്ഷെ അത് എടുക്കില്ലെന്ന് അറിയത്തില്ല. കാരണം ഇതൊരു പോസിറ്റീവ് വന്ന് മേളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാം, അല്ലെങ്കിൽ എടുത്തിട്ട് തിരിച്ചു പോകാം. ഇങ്ങനെ വേണമെങ്കിൽ പോകാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. ട്രേഡ് ഓൾറെഡി ഞാൻ എടുത്തു. അപ്പം അതെന്താ നമുക്ക് ഈ ട്രേഡ് നമുക്ക് നോക്കാം. വേറെ മാർക്കറ്റൊക്കെ നോക്കുകയാണെങ്കിൽ യൂറോ ന്യൂസിലൻഡ് പോലുള്ള ട്രേഡ് ശരി എടുത്തിട്ടില്ല. ഒരു ട്രേഡ് ഉണ്ട്. അതുപോലെ ബ്രിട്ടീഷ് ട്രേഡുണ്ട് ഈ സോണിൽ നിന്നാണ്. അതുപോലെ നോക്കുകയാണെങ്കിൽ USD CAD നല്ലൊരു സോണിൽ നിൽക്കുക. ഇപ്പോൾ ഇവിടുന്ന് റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. വേറെ മാർക്കറ്റ്, വേറെ ട്രേഡൊക്കെ വേറെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ആസ്ട്രേലിയൻ JPY ഈ ഒരു സോണിൽ നിന്ന് ട്രേഡുണ്ട്. പക്ഷെ അത് വരാൻ ഒരു സമയം എടുക്കും. അതുപോലെ യൂറോ CAD 50% അതിൽ 50% നന്നായി ട്രേഡുണ്ടായിരുന്നു. അതുപോലെ യൂറോസിലും ഉണ്ട് ഈ ഒരു സോണിൽ നിന്ന്. സമയം എടുക്കും, വരെ ഫോമാവാൻ സമയം എടുക്കും. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിൽ നിന്ന് വരും. കാരണം ഇതൊരു ലിക്വിഡിറ്റി എടുത്ത് ഈ ഒരു സോണിൽ നിന്ന് റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ മൊത്തം ട്രേഡുള്ളൂ. AUD/USD ട്രേഡ് എന്താ ഈ ട്രേഡ് നമുക്ക് നോക്കാം. ഈ ട്രേഡ് ഇതാണ് എൻ്റെ ഈ ഒരു ഹൈ ടാർഗറ്റ്. വരുമല്ലോ നോക്കാം. SL അടിക്കുവാണെങ്കിൽ ഈ ഒരാഴ്ച അടിക്കും. പ്രോഫിറ്റ് വരുവാണെങ്കിൽ 2-3 വീക്ക് എന്തായാലും എടുക്കും. അതൊരു ഹോൾഡ് ചെയ്യണം. നമുക്ക് എന്തായാലും നോക്കാം. അന്നേരം നമുക്ക് 4 ദിവസം കഴിഞ്ഞ് നല്ല റിയാക്ഷൻ ഉണ്ട്. 4 ദിവസം 1, 2, 3, 4ാമത്തെ ദിവസം നല്ലൊരു എൻഗൾഫിങ് ക്യാൻഡിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ എൻഗൾഫിങ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുമോ നോക്കണം. ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുമോ നോക്കണം. അതായത് ക്യാൻഡിൽ ഇങ്ങനെ ഒന്നൊരു വിക്കാവാതിരിക്കണം. എൻഗൾഫ് ചെയ്ത് തന്നെ ഇരിക്കണം. അങ്ങനെ ക്ലോസ് ചെയ്യാൻ നോക്കാം. കാരണം ഇന്ന് 1 മന്ത് തീരുന്ന ദിവസം 1 മന്ത് ക്ലോസ് ആകുന്നു. 1 മന്ത് ഇന്ന് ക്ലോസ് ആകും. അതുപോലെ 3 മന്ത് ക്യാൻഡിലും ഇന്ന് ക്ലോസ് ചെയ്യും. അത് നോക്കണം എങ്ങനെയാണ് ക്ലോസിങ് വരുന്നത് നോക്കാം. ക്ലോസിങ് വന്ന് SL അടിക്കാനായി വരത്തില്ല. കാരണം ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും റിയാക്ഷൻ വരും മുകളിലേക്ക്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു 1:3 ഇവിടം വരെങ്കിലും കിട്ടും നോക്കും. 1:3 നോക്കാം. 1:3 ഒക്കെ കിട്ടണം. അപ്പോൾ ഇതുവരെ SL വന്നിട്ടില്ല. SL ഞാൻ വരുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നല്ല ക്ലോസിങ് കിട്ടി. വേറെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യൂറോസിൽ ഇത് നല്ല റിയാക്ഷൻ 50% ടാപ്പാക്കിയിട്ടില്ല. പക്ഷെ ഞാൻ വെച്ചെടുത്ത് ടാപ്പാക്കി. ഞാൻ വെച്ച പ്രൈസിൽ
പക്ഷേ ട്രേഡ് എടുത്തിട്ടില്ല. ട്രേഡ് വേണ്ടെന്ന് വിചാരിച്ച്. ഓൾറെഡി ട്രേഡ് ഉണ്ടല്ലോ. പിന്നെ അതുപോലെ നോക്കുവാണെങ്കിൽ ബ്രിട്ടീഷ് സ്വിസ്സിൽ ട്രേഡ് വരുന്നുണ്ട്, മുകളിലേക്ക് വരുന്നുണ്ട്. അത് വന്നാൽ എടുക്കും. അതുപോലെ ഓസ്ട്രേലിയൻ JPY താഴെയാണ് കണ്ടത്. മുകളിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കില്ല. ഇവിടുന്ന് താഴേക്ക് പോകുന്നത് ഡൗട്ട്. അതിൻ്റെ നോക്കുവാണെങ്കിൽ ഡെയിലി നോക്കുവാണെങ്കിൽ ഇത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇതെടുക്കാം, ഇത് റിഫൈനും ചെയ്യാം. താഴേക്ക് ഈ ഒരു നോട്ടേക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് യൂറോ JPY ഇത് നല്ലൊരു ട്രേഡാണെന്നാണ്. നല്ല ട്രേഡായിരിക്കാം, നല്ലൊരു ട്രേഡ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് അറിയില്ലല്ലോ SL അടിക്കുമോ പ്രോഫിറ്റ് അടിക്കുന്നു. ട്രേഡ് എടുക്കുക, അതേ ഉള്ളൂ. 1:5 ഒക്കെ എടുക്കാൻ പറ്റും. ട്രേഡ് വന്നു കഴിഞ്ഞാൽ നോക്കണം. ചിലപ്പോൾ ഞാൻ എടുക്കും. ട്രേഡ് വന്നാൽ ഞാൻ എടുക്കും. ഈ ഓർഡർ ബ്ലോക്ക് അവിടുന്ന് വന്നത് ഞാനത് വേറെ വിഷയം. വേണ്ട, ഈ ഒരു ടൈപ്പ് ഓർഡർ ബ്ലോക്ക് ഇതാ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറെ വിഷയം ഞാനത് നോക്കാം. ഇത്രയേ ഉള്ളൂ ട്രേഡ്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. DXY എപ്പോഴും ഈ ലെവൽ നിൽക്കുക. താഴേക്ക് വരുമ്പോൾ താഴേക്ക് ഈ റേഞ്ചിലേക്ക് വരുമെന്നാണ്, ഈ ഒരു റേഞ്ചിലേക്ക് വരുമെന്നൊരു വിശ്വാസമുണ്ട്. വരുമെന്ന്. അപ്പം ഓസ്ട്രേലിയൻ ഡോളർ ഇപ്പോൾ നോക്കാം ഇതെങ്ങനെ ക്ലോസ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് ട്രേഡിൽ നല്ലൊരു വീക്ക്ലി ക്ലോസ് ഇട്ടിട്ടുണ്ട്. വീക്ക്ലി ക്ലോസ് നല്ലോണം കിട്ടി. വേണ്ട, നല്ലൊരു ബുള്ളിഷ് വീക്ക്ലി ക്ലോസ് കിട്ടി. ഇനി ഞാൻ നോക്കുന്ന ട്രേഡ് 1:3 ട്രേഡായിരുന്നു. 1:3 ആയിരുന്നു ഇവിടം വരാൻ ഞാൻ ടാർഗറ്റ് ചെയ്തത്. പക്ഷേ അവിടം വരെ വരാൻ ഒരുപാട് ടൈം എടുക്കും. പക്ഷെ വരുമോയെന്നും നമുക്കറിയില്ല. ടൈം വന്നാൽ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് ഞാനത് ഇവിടം വരെ ആക്കി ട്രേഡ് ഇവിടം വരെ ആക്കി. കാരണം എന്ന് പറഞ്ഞാൽ 1 വീക്കിൽ അടുത്ത ലിക്വിഡിറ്റി, ഈ ലിക്വിഡിറ്റി എടുത്ത് അടുത്ത ലിക്വിഡിറ്റി ഈ ഹൈയാണ്. പിന്നെ ഇവിടെ ഒരു വീക്കിലി ഓർഡർ ബ്ലോക്ക് കൊണ്ട് ഇപ്പോൾ താഴോട്ട് പോവാണെങ്കിലും ഇതെടുത്ത് താഴേക്ക് പോവാം. ഈ ലിക്വിഡിറ്റി എടുത്ത് ഈ ഓർഡർ ബ്ലോക്ക് എടുത്ത് താഴേക്ക് പോവാം. അതുകൊണ്ട് ഞാൻ അവിടെ വരെ ടാർഗറ്റായി 1:2 ആക്കി. എപ്പോഴും 1:4 3 കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പം അതാണ്. നമുക്ക് എന്തായാലും മാർക്കറ്റ് ക്ലോസ് ആണ്. നാളെ ഓപ്പൺ ആകുന്ന ഈ അടുത്ത വീക്ക് വരുമെന്ന് നോക്കാം. വേറെ മാർക്കറ്റിൽ ന്യൂസിലൻഡ് CAD ഞാൻ ഇവിടെ ട്രേഡ് നോക്കും, വേറെ ട്രേഡ്. പിന്നെ അതുപോലെ അതും വീക്കിലി ഇവിടെ ബ്ലോക്ക് വെച്ചു. ഈ ഓർഡർ ബ്ലോക്ക് വെച്ചു. അതുപോലെ ബ്രിട്ടീഷ് പൗണ്ടിൽ ഇവിടെ ഒരു ട്രേഡ് നോക്കുന്നുണ്ട്. അതും അതുപോലെ ഈ ട്രേഡ് ഞാൻ എടുത്താണ്. ഈ ട്രേഡ് ഞാൻ ഓൾറെഡി എടുത്തതാണ്. പക്ഷേ ഇതുണ്ടോ, ഞാൻ ഇട്ടതിൽ നിന്ന് ഒരു 70 ഹൈ, എത്ര ഹൈ 59, 20 പോയിന്റ് വ്യത്യാസത്തിൽ ആ ട്രേഡ് പോയി. അതുപോലെ ആ ട്രേഡ് ഇനി വന്നാൽ ഞാൻ ചിലപ്പോൾ നോക്കും, അതെങ്ങനെ വരുന്നു റിയാക്ഷൻ നോക്കിയെടുക്കും. അതുപോലെ ന്യൂസിലൻഡ് JPY ഇവിടെ ട്രേഡ് നോക്കുന്നുണ്ട്. അതുപോലെ ഈ ട്രേഡ് ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ അത് നല്ലൊരു മൂവ് അല്ലാണ്ട് 50% തൊട്ട് തിരിച്ചു പോവുക. ഇതാണ് എൻ്റെ അടുത്തൊരു ലിക്വിഡിറ്റി പോയിന്റ്. DXY താഴോട്ട് വരുന്നുണ്ട്. DXY അടുത്തൊരു വീക്ക് വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് എടുത്ത് പോവായിരിക്കും. അപ്പോഴത്തേക്ക് മറ്റേ EUD പ്രോഫിറ്റ് വരികയും ചെയ്യും. അങ്ങനെ വരുവാണെങ്കിൽ
അപ്പം അങ്ങനെ വരാനാണ് ഇപ്പം നോക്കുന്നു. ഇതുവരെ ഈ ട്രേഡ് പ്രോഫിറ്റ് വന്നിട്ടില്ല. ഇപ്പം എത്ര ദിവസം ഇപ്പം ഈ ട്രേഡ് എടുത്തിട്ട് തന്നെ ഇപ്പം 1 2 ട്രേഡ് എടുത്തിട്ട് ഇപ്പം 15 ദിവസം കഴിഞ്ഞ് 15 ദിവസമായിട്ട് ഇതുവരെ ട്രേഡ് പ്രോഫിറ്റ് വന്നിട്ടില്ല. ഞാൻ വിചാരിച്ചു ഈ വീക്ക് നല്ലൊരു ബുള്ളിഷ് ക്ലോസ് വരുന്ന ഈ ഒരു ക്യാൻഡിൽ ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇങ്ങനെ കൺസൾട്ടേക്ക് അത് ഈ AUD സ്ട്രീമും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇത്രയും കൺസൾട്ടേഷൻ. നമുക്ക് നോക്കണം. ഈ വീക്ക് എന്തായാലും ഈ വീക്ക് വരും എനിക്ക് തോന്നില്ല. ഇനിയിപ്പോൾ ദിവസമേ ഉള്ളൂ. ഇപ്പം നാളെ നോക്കുവാണെങ്കിൽ 14 ഇല്ല, അടുത്ത വീക്ക് ന്യൂസൊക്കെ ഞാൻ ന്യൂസിൽ റൈഡാവും നോക്കണം. വേറെ ട്രേഡൊക്കെ നോക്കുവാണെങ്കിൽ മ്യൂസിയം ക്യാഷ് ഞാൻ ട്രേഡ് പറഞ്ഞു. മ്യൂസിയം ട്രേഡ് വന്നു, നല്ല ക്യാഷ് എടുത്തില്ല. പിന്നെ അതുപോലെ ട്രേഡ് പ്രോഫിറ്റ് വരുമോ നോക്കണം. വരുമോ ഇത്ര വലിയ ബുള്ളിഷ് ക്യാൻഡിലായതുകൊണ്ട് ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എടുത്തിട്ടില്ല ട്രേഡ്. അതുപോലെ ആ GPP ട്രേഡ് വന്നു പറഞ്ഞെടുത്ത് അത് നോക്കണം, വരുമോ നോക്കണം. അതുപോലെ ഞാൻ ടാർഗറ്റ് വന്നു ഈ LCയുടെ ടാർഗറ്റ് വന്നു. പിന്നെ ആസ്ട്രേലിയൻ GP വരും, ആ ട്രേഡ് വന്നിട്ടില്ല, അത് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് ക്യാഡ് ഇപ്പോഴും റിയാക്ഷൻ തരുന്നുണ്ട് താഴേക്ക്. ആണെങ്കിൽ AUD മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ വേറെ നോക്കാം. ഇപ്പോഴൊരു ട്രേഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പുതിയൊരു ട്രേഡ്. പിന്നെ CLN USD. അതുപോലെ ഇത് ട്രേഡ് വന്നു, ട്രേഡ് പ്രോഫിറ്റ് വന്നു. പക്ഷേ ഈ ട്രേഡ് ഞാൻ എടുത്തില്ലായിരുന്നു, ഇവിടെ ദിവസം കൊണ്ട്. അതുപോലെ ട്രേഡ് നോക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ CAD JP വരെ ഈ ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ട്രേഡ് നോക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ വിചാരിച്ചു ഈ ഒരു SL വന്ന് ഇവിടെ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുന്ന് തന്നെ പോയി ഈ ടാർഗറ്റ് വന്നാൽ എനിക്കറിയാം ചിലപ്പോൾ വരുമെന്ന് തോന്നുന്നു. അല്ലാതെ ഓയില് ഞാൻ പക്ഷെ അത് തൊട്ടടുത്ത് തിരിച്ചു പോയി. നോക്കണം. ഡോളറിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഡോളറിൽ ഈ ഒരു ലോ വരുമെന്ന് ഞാൻ നോക്കുന്നത്. ഈ ഒരു ലോ വരാൻ അങ്ങനെയാണെങ്കിൽ AUD USD ഇവിടെ വരും. AUD USD ആയതുകൊണ്ടാണ് പ്രശ്നം. ഇത് ഭയങ്കരമായിട്ട് കൺസർവേറ്റീവ് കെയർ. USD ഭയങ്കര കൺസർവേറ്റീവ് കെയറാണ്. അത് എന്തുമാത്രം ഇങ്ങനെ റേഞ്ച് ഇരിക്കൽ എന്നിട്ട് അത് പോത്തുള്ളൂ. അവിടെ റേഞ്ച് പോയി ഒരു കൺസോളേഷൻ ഇവിടെ കൺസോളേഷൻ അങ്ങനെ ഇരിക്കണം. കൺസോളേഷൻ ഈ ഒരു പെയർ നല്ലൊരു കൺസോളേറ്റ് ഭയങ്കര കൺസോളേറ്റ് നോക്കാം. എന്തായാലും പൊട്ടി വരാൻ നോക്കാം. അങ്ങനെ നമുക്ക് നല്ല റിയാക്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതായത് 1 വീക്കില് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫില്ല് ചെയ്തു. 1 വീക്ക് ഫെയർ വാല്യൂ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ഏക ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ വീക്കിലി ഹൈ. അപ്പോൾ ആ വീക്കിലി ഹൈ വരും എന്നൊരു
നമുക്കുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അത് ഈ ആഴ്ച വരുമെന്ന് അറിയില്ല. ഈ ആഴ്ച വഴി വരാം. അത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് വരും. DXY ഈ ഒരു ലിക്വിഡിറ്റി ഉണ്ടല്ലോ, അതായത് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ വരും അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഈ ട്രേഡ് പ്രോഫിറ്റ് വരും. ഇപ്പം ട്രേഡ് എടുത്തിട്ട് തന്നെ കുറേ ദിവസമായി. ഏതാണ്ട് ഇപ്പം 20 ദിവസമായി ട്രേഡ് ഹോൾഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു മാസത്തിൻ്റെ അടുത്തായി. ചില ട്രേഡൊക്കെ എങ്ങനെയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പ്രോഫിറ്റ് വരുമെന്നൊരു കൺഫർമേഷൻ ആയി. ഇനി എന്തായാലും ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ് നോക്കുന്നത്. ഈ വീക്കിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ സപ്പോർട്ട് എടുത്ത് പോകുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. അങ്ങനെ നമുക്ക് ട്രേഡ് പ്രോഫിറ്റ് വന്നു. ഞാനൊക്കെ പറഞ്ഞെടുത്ത് തന്നെ വന്നു. ഞാൻ ടാർഗറ്റ് ചെയ്തത് ഈ ഒരു വീക്കിലി ഹൈ അവിടെ തന്നെ വന്നു കൃത്യമായിട്ട്. ഇനി ഇത് റിവേഴ്സ് ആവും കണ്ടിന്യൂ ചെയ്യൂ എന്നറിയത്തില്ല. നമുക്ക് എന്തായാലും പ്രോഫിറ്റ് വന്നു. 1:2 ആയിരുന്നു. 1:2 നല്ലൊരു ട്രേഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യമേ ടാർഗറ്റ് ചെയ്തത് ഇവിടെ ആയിരുന്നു. അവിടം വരെ വരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ട്രേഡ് ചെയ്യാൻ എന്തായാലും പ്രോഫിറ്റ് വന്നു. അത് മതി. നല്ല ട്രേഡായിരുന്നു. ഇനി അടുത്തൊരു ട്രേഡ് നല്ല ട്രേഡായിട്ട് നമുക്ക് ഇനിയും കാണാം.